ക്രിക്കറ്റ് ടോക്സ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പെർഫോമൻസ് റാങ്കിങ് എടുത്ത് നോക്കാം. ഓരോ റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ പെർഫോമൻസ് റാങ്കിങ് എടുക്കും. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പെർഫോമൻസ് റാങ്കിങ് നോക്കാം. ഇതിപ്പോൾ അവരുടെ ആ മാച്ചിലെ പെർഫോമൻസും ആ കളിച്ച ഇതും വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. നമ്മളിപ്പോൾ 5ാം സ്ഥാനം കൊടുക്കുന്നത് 2 പ്ലേയേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇഷാൻ കിഷാനും മറ്റൊന്ന് ഷാർദുൽ താക്കൂറിനും. സൺറൈസേഴ്സ് ശരിയാണ്, ഫസ്റ്റത്തെ മത്സരം തോറ്റിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇഷാൻ കിഷാൻ കളിച്ച കുറച്ച് ഷോട്ടുകളും ആ ടീമൊന്ന് സൺറൈസേഴ്സ് തുടക്കത്തിൽ വിക്കറ്റ് പോകുന്നു. പക്ഷെ തൻ്റെ ഡ്യൂട്ടി, ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി എന്താണ്, അത് കൃത്യമായി ഇഷാൻ കിഷാൻ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം 38 പന്തിൽ 80 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. കൃത്യമായ ഷോട്ടുകളോട് കൂടിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഇപ്പോൾ ഇഷാൻ കിഷാന്റെ കാര്യത്തിൽ അദ്ദേഹം ക്യാപ്റ്റൻ ആണല്ലോ. പക്ഷേ ആ ക്യാപ്റ്റന്റെ പ്രഷറൊന്നും അദ്ദേഹം മത്സരത്തിൽ കാണിച്ചിട്ടില്ല. കുറച്ച് വിക്കറ്റ് കീപ്പിങ്ങിൽ ബൈസൊക്കെ പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നല്ല രീതിയിൽ അദ്ദേഹം ഷോട്ടുകൾ പായിച്ചു. പിന്നെ ഷാർദുൽ താക്കൂറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഷാർദുൽ താക്കൂർ ആവട്ടെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം 3 വിക്കറ്റുകൾ എടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ. 3 വിക്കറ്റ് എടുത്തു എന്ന് മാത്രമല്ല, 4 ഓവറിന്റെ 24 റൺസ് അദ്ദേഹം 4 ഓവർ അദ്ദേഹം 39 റൺസും വിട്ടുകൊടുത്തിട്ടാണ് ഈ 3 വിക്കറ്റ് നേട്ടത്തിലേക്ക് വന്നത്. ആ പിച്ചിൽ ഒരു 220 റണ്ണും കൊൽക്കത്ത എടുത്ത റൺസ്, അതായത് ടോട്ടൽ 454 വന്ന ഒരു പിച്ചിലാണ് ഈ ഒരു പ്രകടനം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതൊരു മികച്ച ബോളിംഗ് ആയിട്ട് കാണണം. പിന്നെ 4ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് 2 പ്ലെയറൊക്കെ തന്നെയാണ്. ഒന്ന് രോഹിത് ശർമ്മയും മറ്റൊന്ന് മുംബൈയുടെ തന്നെ റയാൻ റിക്കിൾട്ടനും. 2 പേരും കൂടി കൊൽക്കത്ത എടുത്ത 200 റൺസ് അനായാസം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 പേരും മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. രോഹിത് ശർമ്മയുടെ കാര്യത്തിലേക്ക് വന്നാൽ 78 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചു കൂട്ടിയത്. 6 4ഉം 6 സിക്സറുകളും. ഏവറേജ് 78, സ്ട്രൈക്ക് റേറ്റ് 205. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ റയാൻ റിക്കിൾട്ടന്റെ കാര്യം, റിക്കിൾട്ടൻ എടുത്തത് 81 റൺസാണ് ആ ഒരു മത്സരത്തിൽ. അദ്ദേഹം 188 സ്ട്രൈക്ക് റേറ്റാണ് ബാറ്റ് ചെയ്തത്. 4 4കളും 8 സിക്സറുകളും വന്നു. 3ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് ദേവദത്ത് പടിക്കലിനാണ്. DDP മിന്നുന്ന ഫോമിലാണ് താരം ഇപ്പോൾ കളിക്കുന്നത്. രഞ്ജി ട്രോഫിയിലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേ ഫോം ഇങ്ങോട്ട് വന്ന് SRH ബൗളേഴ്സിനെ അദ്ദേഹം അടിച്ചങ്ങ് പരത്തി. ദേവദത്ത് പടിക്കൽ 61 റൺസാണ് എടുത്തത്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 234 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം ബാറ്റ് വീശി 7 4കളും 4 സിക്സറുകളും. 2ാം സ്ഥാനത്ത് സമീർ റിസ്വി. എന്തൊരു മനോഹരമായ പ്രകടനമാണ് അദ്ദേഹം ഇന്നലെ കാഴ്ചവെച്ചത്. LSG ബൗളേഴ്സിന് ഒരു തരത്തിലും അദ്ദേഹം വിട്ടുകൊടുത്തിട്ടില്ല. അദ്ദേഹം കൃത്യമായ പ്ലാനോടുകൂടി എക്സിക്യൂട്ട് ചെയ്തു. അനായാസം ജയിച്ചില്ലേ. സമീർ റിസ്വി ഇന്നലെ മികച്ച രീതിയിൽ കളിച്ചു. ക്രിസ്റ്റ്യൻ സബ്സും കളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും സമീർ റിസ്വിയുടെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. 1ാം സ്ഥാനത്ത് കൂപ്പർ കണോലിയുടെ പ്രകടനം എടുത്ത് പറയേണ്ട ഒരു പ്രകടനമായിരുന്നു കൂപ്പർ കണോലി കാഴ്ചവെച്ചത്. ഗുജറാത്ത് ടൈറ്റൻസ് PBKs വിക്കറ്റുകൾ ഓരോന്നിന് പുറകെ ഓരോന്നെടുക്കുമ്പോൾ കൂപ്പർ കണോലി ഡെബ്യൂ മത്സരത്തിൽ 50 തെറ്റിക്കുന്നു. കൃത്യമായി പറഞ്ഞ 72 റൺസാണ് അദ്ദേഹം എടുത്തത്. 163 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. 5 4ഉം 5 സിക്സറുകളും വന്നു. കൂപ്പർ കണോലി സൂപ്പർ കണോലി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. 5ാം സ്ഥാനത്ത് നമ്മൾ കൊടുത്തത് ഷാർദുൽ താക്കൂറും ഇഷാൻ കിഷനും. 4ാം സ്ഥാനത്ത് നമ്മൾ രോഹിത് ശർമ്മക്ക് റയാൻ റിക്കിൾട്ടനും കൊടുക്കുന്നു. 3ാം സ്ഥാനം ദേവദത്ത് പടിക്കൽ. 2ാം സ്ഥാനത്ത് സമീർ റിസ്വി. 1ാം സ്ഥാനത്ത് സൂപ്പർ കണോലി.